കായംകുളത്ത് വീട്ടമ്മയെ വാടക വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. കായംകുളം പുള്ളിക്കണക്ക് കരിമുട്ടം ശ്രീനിലയത്തിൽ രാജേശ്വരി അമ്മയാണ് വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ദമ്പതികൾ ജീവനൊടുക്കാൻ ശ്രമിച്ചതായാണ് പോലീസ് നൽകുന്ന സൂചന. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഇരുവരും ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഭാര്യ രാജേശ്വരി അമ്മയുടെ കഴുത്തിൽ ഷാൾ മുറുക്കിയപ്പോൾ രക്തം വന്ന് ഭർത്താവ് ശ്രീവത്സൻ ഭയപ്പെട്ടു. തുടർന്ന് ആത്മഹത്യയിൽ നിന്നും പിന്മാറി. പിന്നീട് വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ഇരുവരും വീണ്ടും പിന്മാറി. ദമ്പതികൾ വീണ്ടും തിരികെ വീട്ടിലെത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഷാൾ കഴുത്തിൽ കുരുക്കി ഇരുവരും ആത്മഹത്യാശ്രമം നടത്തുകയായിരുന്നു. ഭാര്യ മരിച്ചു. തുടർന്ന് ഭയന്ന ഭർത്താവ് ശ്രീവത്സൻ പിള്ള വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇവരുടെ 2 പെൺമക്കൾ പൂനെയിൽ ജോലി ചെയ്യുകയാണ്. ശ്രീവത്സൻ പിള്ളയും രാജേശ്വരി അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. രാജേശ്വരി അമ്മയുടെ സഹോദരി രാജലക്ഷ്മിയുടെ വീട്ടിലാണ് ഇവർ രാത്രികാലങ്ങളിൽ കഴിയുന്നത്. ഇവിടേക്ക് ചെല്ലാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് രാജേശ്വരി അമ്മയെ വാടക വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീവത്സൻ പിള്ളയുടെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഇയാളെ വെട്ടിക്കോട്ട് നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയുടെ മരണം ഉറപ്പാക്കിയിട്ട് ഭർത്താവ് മരിക്കാൻ പോയി. ഭർത്താവിനും മരിക്കാൻ കഴിയും. അദ്ദേഹത്തിന് മാനസികമായിട്ട് അല്പം വൈകല്യമുള്ള ആളാണ്. അപ്പം ഒരു റിട്ടയർഡ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം ബോർഡിൽ കഴകം ജീവനക്കാരനായിരുന്നു. പക്ഷെ അദ്ദേഹം മരിക്കാൻ പോയി, നടന്നില്ല. അങ്ങനെയാണ് പോലീസ് അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് അദ്ദേഹം പോലീസ് കസ്റ്റഡിയിലാവുന്നത്. ഇവർക്ക് വലിയ സാമ്പത്തിക ബാധ്യത. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ വാഹനാപകടത്തിൽ ശ്രീവത്സൻ പിള്ളയ്ക്ക് തലയ്ക്ക് പരിക്കേൽക്കുകയും തുടർന്ന് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്ന് കായംകുളം പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കായംകുളം.